Welcome back to AIM Study Center Snapshot video. I am Dr. V. Balakrishnan for AIM Study Center Palakkad, and I am coming with you today with a snapshot video, a question. That is, the question is, പിയാഷയുടെ സാൻമാർഗിക വികാസഘട്ടത്തിലെ ആദ്യ ഘട്ടം. സാൻമാർഗിക വികാസം എന്ന് വെച്ചാൽ നമുക്കറിയാം മോറൽ ഡെവലപ്മെൻറ്റ്. ആസ് യു നോ, പിയാഷെ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്നുള്ളതിനേക്കാളും ബേസിക്കലി പിയാഷെ ഒരു ബയോളജിസ്റ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എപ്പിസ്റ്റമോളജിക്ക് നമ്മൾ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയാൻ കാരണം. ദ ടേം ജനറ്റിക് ഈസ് ഓൾവേസ് ബെൻഡ് വിത്ത് ബയോളജി. പിയാഷെ ബേസിക്കലി ഒരു ബയോളജിസ്റ്റ് ആയതുകൊണ്ട് എപ്പിസ്റ്റമോളജി, അറിവിൻ്റെ ഉത്ഭവവും വളർച്ചയും എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ചർച്ചയാണ് എപ്പിസ്റ്റമോളജി, അതെല്ലാവർക്കും അറിയാം. പക്ഷെ പിയാഷെ അതിനെ ഒരു ബയോളജിസ്റ്റിൻ്റെ കണ്ണിൽ കൂടിയാണ് കണ്ടത്. ഹെൻസ് നമ്മൾ പറയുന്നു ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന്. ഓക്കെ, എപ്പിസ്റ്റമോളജിയെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിയാഷെ പറഞ്ഞത് മറ്റൊരു പെർസ്പെക്റ്റീവിലാണ്, ഒരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് അതിനെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ 4 സ്റ്റേജിനെ കുറിച്ച് അറിയാം. സ്റ്റേജ് തിയറിയെ വികാസത്തിൻ്റെ ഘട്ടസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് പിയാഷെ. ഇതൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പിയാഷെയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വികാസ സിദ്ധാന്തമാണ് നമുക്കറിയാം, അതായത് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി, സാൻമാർഗിക വികാസ സിദ്ധാന്തം. ഈ പിയാഷെയുടെ ചിത്രം മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾ പിയാഷെയുടെ ചിത്രം നോക്കുക. ഇനി നമുക്ക് പോകാം പിയാഷെയുടെ മോറൽ സിദ്ധാന്തത്തിൻ്റെ ഘട്ടങ്ങൾ. അതായത് പിയാഷെ പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികളിൽ ധാർമ്മിക വികാസം ഉണ്ടാവുന്നത്. മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. നോക്കുക, ആദ്യത്തെ ഘട്ടത്തെ അദ്ദേഹം അനോമി ഹെറ്ററോണമി, അനോമി എന്ന് പറയുന്നു. അതായത് 0 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണുന്നത് അനോമി ഹെറ്ററോണമിയാണ്. പിന്നെ 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഹെറ്ററോണമി അതോറിറ്റിയാണ്. പിന്നെ 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഹെറ്ററോണമി റെസിപ്രോസിറ്റിയാണ്. പിന്നെ 4ാമത്തത് ആറ്റോണമി അഡോളസൻസ് ആണ്, 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെ. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, പിയാഷെയുടെ ധാർമ്മിക വികാസത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഏത്, അല്ലെങ്കിൽ അവസാനത്തെ ഘട്ടം ഏത്? ആദ്യത്തെ ഘട്ടം അനോമി, അവസാനത്തെ ഘട്ടം ആട്ടോമി. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആട്ടോമി. ഇനി ഈ 1ഉം 2ഉം ഘട്ടങ്ങളും 3ഉം 4ഉം ഘട്ടങ്ങളും, ഈ 2 ഘട്ടങ്ങളെ നമ്മൾ 2ആയി തിരിക്കുകയാണെങ്കിൽ, അതായത് 0 മുതൽ 5 വയസ്സ് വരെയും 5 മുതൽ 8 വയസ്സ് വരെയുള്ളതിനെ ഒരു ഘട്ടമായിട്ടും, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. 8 മുതൽ 16 വയസ്സ് വരെയുള്ള ഈ 2 ഘട്ടത്തെ മറ്റൊരു ഘട്ടവുമായിട്ട്, ഇത് ഘട്ടം എ, ഇത് ഘട്ടം ബി ആണെങ്കിൽ, ഈ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് 1ാമത്തെ ഘട്ടം എന്താണ്? 1, 2 ഈ ഘട്ടം, അതായത് ഞാനിവിടെ കാണിച്ച 1, 2, അതാണ് ഞാനിവിടെ ഇങ്ങനെ ഇട്ടത് എ എന്ന് പറയുന്നത്. അതായത് 1, 2 ഘട്ടം 0 മുതൽ 5 വയസ്സ് വരെയുള്ളതും 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള 1, 2 ഘട്ടം. ഈ 1, 2 ഘട്ടത്തിൽ കുട്ടികളുടെ ധാർമ്മികതയെ എന്തടിസ്ഥാനത്തിലാണ് കുട്ടികൾ വിലയിരുത്തുന്നത്, ഏതാണ് മോറലി ശരി, ഏതാണ് മോറലി തെറ്റ് എന്ന് കുട്ടികൾ വിലയിരുത്തുന്നതിന്
ഒരു ബേസിക്സ് ഉണ്ട്. ആ ബേസിക്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളല്ല. ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യമുണ്ട്. ഇതല്ല, മറിച്ച് അതിൻ്റെ പരിണിത ഫലമാണ്, അതിൻ്റെ ഇഫക്റ്റാണ്. അതിൻ്റെ ഉദ്ദേശമല്ല, മറിച്ച് അത് എന്ത് പരിണിത ഫലമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ധാർമ്മികതയെ വിലയിരുത്തുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ഇഫ് യു ഗോ ഡീപ്ലി ഇൻ ടു ദ മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് പിയാഷെ, യു വിൽ കം ടു നോ ദാറ്റ് 1-2 ഘട്ടങ്ങളിൽ, അതായത് 8 വയസ്സ് വരെയുള്ള കുട്ടികളിൽ, 16 വയസ്സ് വരെയുള്ള 2-3 ഘട്ടങ്ങൾ വേറെ ഉണ്ട്, അല്ല 3-4 ഘട്ടങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ 1-2 ഘട്ടങ്ങളിൽ കുട്ടികൾ മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്, ശരിയേത് തെറ്റേത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശമല്ല, മറിച്ച് അത് എന്ത് കോൺസിക്വൻസാണ്, എന്ത് റിസൾട്ടാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ യു. ഇനി 3-4 ഘട്ടങ്ങളിൽ അവിടെ മൊറാലിറ്റിയെ കുറിച്ചുള്ള സങ്കല്പം മാറി വരികയാണ്. മൊറാലിറ്റി എന്ന് വെച്ചാൽ ഏതാണ് റൈറ്റ് മൊറാലിറ്റി, ഏതാണ് റോങ് മൊറാലിറ്റി, ഈ സങ്കല്പം മാറി വരികയാണ്. അതായത് ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമാണ് പ്രധാനം, അല്ലാതെ അതിൻ്റെ റിസൾട്ടല്ല. നേരെ ഓപ്പോസിറ്റാണ്. ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു, ആ ഉദ്ദേശമാണ് പ്രധാനം. നിയമം സ്ഥിരമായുള്ള ഒന്നല്ല, അത് മാറ്റാവുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ മേരി മാർഗരറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ യു. അപ്പോൾ 1-2 ഘട്ടങ്ങളിൽ അനോമി ആൻഡ് ഹെറ്ററോണമി അതോറിറ്റി, ഈ 2 ഘട്ടങ്ങളിൽ കുട്ടികൾ ധാർമ്മികതയെ വിലയിരുത്തുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് എന്ത് പ്രതിഫലനമാണ്, എന്ത് പരിണിത ഫലമാണ് അതുണ്ടാക്കിയെടുത്തത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ കുറെ കൂടി വലുതാകുമ്പോൾ 8 മുതൽ 16 വയസ്സ് വരെ ഉള്ള ഘട്ടത്തിൽ പ്രധാനമായിട്ടും കുട്ടികളെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. മൊറാലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഘട്ടങ്ങളിൽ ഉദ്ദേശലക്ഷ്യമല്ല, ഉദ്ദേശലക്ഷ്യമാണ് പ്രധാനം. പരിണിത ഫലം എന്തു ആയിക്കോട്ടെ, അതല്ല ധാർമ്മികതയെ നിർണ്ണയിക്കുന്നത്. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ കോടതികളിലൊക്കെ നിങ്ങൾ ചില വിധിന്യായങ്ങളൊക്കെ കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോടതി ഒരു മോറലി റൈറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ നിയമപരമായി തന്നെ ഒരു ചില ആനുകൂല്യങ്ങളൊക്കെ പ്രതിക്ക് കൊടുക്കുന്നത്. പ്രതി ഒരുപക്ഷെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടല്ല കൊല്ലുന്നത്, ചിലപ്പം നല്ല ഉദ്ദേശത്തിൽ ചെയ്തതായിരിക്കാം, ചിലപ്പം സംഭവിച്ചു പോയതായിരിക്കാം. അങ്ങനെയുള്ള കേസുകളിലൊന്നും കോടതി വധശിക്ഷ വിധിക്കാറില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് വലിയ ശിക്ഷകളൊന്നും കൊടുക്കാറില്ല? കാരണം അവിടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതായിരുന്നു, പരിണിത ഫലം പക്ഷെ മോശമായിരുന്നു. അതാണ് 2-3 ഘട്ടങ്ങളിൽ. എന്നാൽ 1-2 ഘട്ടങ്ങളിൽ അങ്ങനെയല്ല, ഉദ്ദേശ ലക്ഷ്യമാണ് പ്രധാനം. ഉദ്ദേശ ലക്ഷ്യമല്ല, പരിണിത ഫലമാണ് ധാർമ്മികതയെ നിർണ്ണയിക്കുന്നത് എന്നാണ് കുട്ടികൾ കരുതി വച്ചിരിക്കുന്നത്. ആ 2 കുട്ടികളുടെ ഒരു കഥ, മേരി ആൻഡ് മാർഗരറ്റ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 കുട്ടികളുടെ ചെറിയൊരു കഥ ഞാൻ പറയാണ്. പിയാഷെ പറഞ്ഞ കഥയാണ്, പിയാഷയുടെ എക്സ്പീരിയൻസിൽ നിന്ന്, എക്സ്പെരിമെൻറ്റിൽ നിന്ന് പറഞ്ഞ കഥയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മേരി മാർഗരറ്റ് ഒരേ പ്രായത്തിലുള്ള 2 കുട്ടികളാണ്. അപ്പോൾ അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് മേരി എന്ത് ചെയ്തു, തൻ്റെ വസ്ത്രത്തിൽ ഒരു കത്രിക കൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആ ഹോൾ ഉണ്ടാക്കുമ്പോൾ, ഇൻഫാക്റ്റ് ചെറിയ ഹോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത് വലിയ ഹോളായി മാറി. പക്ഷെ മേരി ഉദ്ദേശിച്ചത് ഈ ഹോൾ ഉണ്ടാക്കുമ്പോൾ, വസ്ത്രത്തിൽ ഒരു ചെറിയ തുള ഉണ്ടാക്കുമ്പോൾ അത് വൃത്തിയായി തുന്നിയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അമ്മ നോക്കൂ, ഞാൻ ഈ കീറിയ വസ്ത്രം ശരിയാക്കി, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേരി ഉദ്ദേശിച്ചത്.
പക്ഷേ മേരി ചെറിയ ഒരു തുളയുണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് വലിയ തുളയായിട്ട് മാറി. അതായത് അതിൻ്റെ പരിണിത ഫലം എന്തായി? മോശമായിപ്പോയി. ഓക്കെ. അപ്പോൾ ഇനി രണ്ടാമത് മാർഗരറ്റ് എന്ത് ചെയ്തു? മാർഗരറ്റ് കുറെ കൂടെ കണ്ണിങ്ങാണ്. മാർഗരറ്റ് അമ്മയില്ലാത്ത സമയത്ത് മനഃപൂർവ്വം കത്രിക എടുത്തിട്ട് വെട്ടുകയും എന്നിട്ട് അങ്ങനെ വെട്ടി ചെറിയ തുളയുണ്ടാക്കുകയും അത് വൃത്തിയായി തുന്നി ചേർക്കുകയും ചെയ്ത് അമ്മ വന്നപ്പോൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടുപേരും ചെയ്തത് രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ്. മേരി ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, മാർഗരറ്റ് ചെയ്തത് മോശം ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ഈ കഥ കുറേ കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തിട്ട് പിയാഷെ കുട്ടികളോട് ചോദിച്ചു, ഹൂ ഈസ് മോറലി റൈറ്റ്? നിങ്ങൾ ആരോട് യോജിക്കുന്നു? ആര് ചെയ്തതാണ് ശരി എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് മാർഗരറ്റാണ് നല്ല കുട്ടിയെന്ന്, മേരി മോശം കുട്ടി എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? കുട്ടികൾ കരുതിയത് മേരി നല്ല ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അത് മോശം റിസൾട്ടാണ് ഉണ്ടാക്കിയത്. മാർഗരറ്റ് മോശം ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്തു, പക്ഷേ അത് നല്ല റിസൾട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, കുട്ടികൾ ധാർമ്മികതയെ കാണുന്നത് ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പരിണിത ഫലം, കോൺസിക്വൻസസ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഇതൊരു സ്റ്റോറിയാണ്, പിയാഷയുടെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റോറിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നാപ്ഷോട്ട് വീഡിയോ, കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എയിംസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എയിംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, സോ ദാറ്റ് അവർ വീഡിയോസ് വിൽ ബി റീച്ച്ഡ് യു timely. Okay, this is Dr. V. Baleshnan signing off today for AIM Study Center.